സൂരമ്മയ്ക്ക് വേണ്ടിയ ഞാൻ കാത്തിരുന്നത്. സൂരമ്മ ആരാണെന്ന് പോലും എനിക്ക് കണ്ടെത്താനായില്ല. വേദവതി എന്ന് പറയുന്ന ആരോ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന് കേട്ടു. ആ കുട്ടിയെ എന്റെ മകളുടെ അടുത്ത് കിടത്തി. മരിച്ച കുട്ടിയെ അവരുടെ അടുത്ത് കിടത്താമോ? ഭഗവാനെ, കിട്ടുവിനെ അവരുടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കുന്നതാണ് എന്റെ കർത്തവ്യമെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഇത്രയും പരീക്ഷണങ്ങളൊക്കെ? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ സ്വാമി. എല്ലാവരും എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയതെന്ന് നീ കേട്ടില്ല. എനിക്ക് തുണിയായി നിന്നെ ഏട്ടൻ പോലും അവസാനം എനിക്ക് ജയിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. എന്റെ വിജയം എനിക്ക് നാളെ തെളിയിച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ പരാജയം ഞാൻ അംഗീകരിക്കില്ല. അമ്മയുടെ രണ്ടാമത്തെ മകൻ എവിടെയാണെങ്കിലും വരുത്തിക്ക്. നീ വരുത്തിക്കമ്മ. സൂരമ്മ ഇവിടെ തന്നെ ഉണ്ടോ അതോ എന്നെ അന്വേഷിച്ച് കാണാതെ തിരിച്ചുപോയോ? സൂരി, സൂരി, ഞാൻ ആഗ്രഹിച്ചത് നടക്കാൻ ഇനി നാളെ പുലരും വരെ സമയമുണ്ട്. അതിനുള്ളിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആഗ്രഹസിദ്ധി യാഗത്തിന്റെ ഫലമായി അമ്മയുടെ മകൻ വരണം. അച്ഛനും അമ്മയും സന്തോഷമായിട്ടിരിക്കണം. നിഹാരികയിൽ നിന്ന് എനിക്ക് എന്റെ കുടുംബത്തെ എന്നേക്കുമായി രക്ഷിക്കണം. കൊടുത്ത വാക്ക് പ്രകാരം ഈ താലി അഴിച്ചു മാറ്റാനും പിന്നെ ഈ താലി കെട്ടിയാളെ ഉപേക്ഷിക്കാനും തയ്യാറായി ഈ വിവാഹബന്ധം ഞാൻ റദ്ദ് ചെയ്യുന്നു. ഈ ബന്ധം വേർപ്പെടുത്തിയ ശേഷം വേദവതി അമ്മ തന്റെ മകന്റെ കല്യാണം നിഹാരികമായി നടത്തുന്നതിൽ എനിക്ക് ഒരു എതിർപ്പുമില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. നിങ്ങൾ ലോയറെ കൊണ്ട് എഴുതിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കാര്യവും നടക്കും. ലോയർ സാറേ, പറയൂ മാഡം. ആവന് ഫ്യൂച്ചറിൽ ഒരിക്കലും ശ്രീകരനെ വേണമെന്ന് പറഞ്ഞ് തിരിച്ചു വരാത്ത വിധം അവളെ സ്ട്രോങ് ആയി ലോക്ക് ചെയ്യണം. അവളെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ല. അവൾക്കൊരു സ്വല്പം ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം തകിടം മറിച്ച് കളയും. അതിനുള്ള അവസരം ഇനി അവനിക്കില്ല സാർ. ഈ പേപ്പേഴ്സ് അത്ര പവർഫുൾ ആണ്. യു ഡോണ്ട് വറി സാർ. എന്റെ മകളുടെ ജീവിതത്തില് ഇത്രയും കാലം ഗ്രഹണമായി നിന്ന ആവനിയുടെ ശല്യം ഇന്നത്തോടെ ഇല്ലാതാവാൻ പോവുക. ബായേട്ടാ പോവാം. അവനിയുടെ വാക്ക് കേട്ട് നമ്മള് ഒരു കാര്യമില്ലാതെ സമയം വെറുതെ കളഞ്ഞതുപോലെ തോന്നുകേട്ടാ. ഇതിനു മുൻപ് പലതവണ അവളുടെ കഴിവ് അവൾ തെളിയിച്ചതല്ലേ. ഇത്തവണയും അതുപോലെ അത് തെളിയിക്കുന്ന ഞാൻ കരുതിയത്. നമ്മുടെ മകനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു കരുതി. അവസാനം ഇങ്ങനെയായി. 10 ദിവസങ്ങള് വെറുതെ കളഞ്ഞതുപോലെ ആയില്ലേ അച്ഛാ? നമ്മൾ വെറും മണ്ടന്മാരായി. മമ്മിയും ഡാഡിയും ലോയറിനെ കൊണ്ട് വന്നാലുടനെ നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ നടത്താം. ആ അവനെ വീട്ടിൽ നിന്നും പുറത്താക്കാം.
അതാ അവര് വന്നല്ലോ. ഞങ്ങൾ റെഡിയാണ് വേദവതിയമ്മേ. ആവനിയോടും ശ്രീകരനോടും വരാൻ പറയൂ. ഒട്ടും വൈകിപ്പിക്കാതെ പ്രോസസ് എല്ലാം ആരംഭിക്കാം. അവനി, ശ്രീകർ, ഇങ്ങോട്ട് വരൂ. ആഹാ, അപ്പൊ നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് ലോയറുമായിട്ട് വന്നതാണല്ലേ? അതെ, വിചാരിച്ചതുപോലെ എല്ലാം ടൈം ടു ടൈം നടന്നു കഴിഞ്ഞാൽ അതത്ര നല്ലതല്ലേ? അത് ശരിയാണ്. ആവനിയെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞയക്കാൻ ലഗേജൊക്കെ കെട്ടിവെച്ചോ? ഇന്നത്തോടെ ആവനി നിന്റെ മുൻഭാര്യയായി മാറാൻ പോവാണ് കുഞ്ഞളിയ. അവനി ഇവിടുന്ന് പോയതിനു ശേഷം അച്ഛനും അമ്മയും കൂടെ നമ്മുടെ കല്യാണത്തിനുള്ള മുഹൂർത്തം കുറുക്കി ശ്രീകരേട്ടാ. ഡാ, രണ്ടാളെയും വിളിച്ചിട്ട് നീ ഒറ്റയ്ക്ക് വന്ന എന്തിനാ? ആവനെവിടെ? രാവിലെ തൊട്ട് ഞാൻ വിളിച്ചോണ്ടിരിക്കുക, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിടിച്ച് പുറത്താക്കുന്നതിന് മുന്നേ ഇറങ്ങിപ്പോയതാണോ? അതെങ്ങനെ ശരിയാവും? ഈ എഗ്രിമെന്റിൽ അവൾക്ക് ഒപ്പിടാതെ പറ്റില്ലല്ലോ. സൈൻ ചെയ്യാതെ അവൾ പോയിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് ലീഗലായിട്ട് വരൂലേ? അത് ശരിയാ, ആവനീനെ വിശ്വസിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഭരിക്കും, അല്ലെങ്കിൽ ഭരിക്കാൻ വേണ്ടി കാല് വരെ പിടിക്കും. ഒപ്പിട്ട് വാങ്ങുന്നത് വളരെ നല്ലതാ. അവളെ എങ്ങനെയെങ്കിലും എത്തിക്കാൻ നോക്കൂ. കൂടാതെ ഈ ഡോക്യുമെന്റ്സിൽ നിങ്ങളെ എല്ലാവരുടെയും ഒപ്പ് ആവശ്യമുണ്ട്. ആദ്യം നിങ്ങൾ ഇതിൽ ഒപ്പിട്ടോളൂ വേദവതി അമ്മേ. ഇതില് സൈൻ ചെയ്ത് തരേണ്ടത് ആവനെയല്ലേ? പിന്നെ ഈ ഡോക്യുമെന്റ്സിൽ അമ്മ സൈൻ ചെയ്യേണ്ട ആവശ്യം എന്താ? മരുമകളാവാൻ നിഹാരിയക്ക് മാത്രമേ അർഹതയും അവകാശവും ഉള്ളൂ. അവനിക്കില്ലെന്ന് ഇവർ ഉറപ്പു തരുന്ന ഡോക്യുമെന്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. നാളെ ആവനി അച്ഛനും അമ്മയ്ക്കും എതിരെ ഡൊമസ്റ്റിക് വയലൻസ് എന്നോ മറ്റെന്തെങ്കിലും പറഞ്ഞോ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഉപകാരപ്പെടും. ലോയർ ഇപ്പൊ ചെയ്തത് നല്ല കാര്യമല്ലേ? അതുപോലെ ചാലഞ്ച് പ്രകാരം ആവനി പരാജയപ്പെട്ടതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച് നിഹാരികയെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് ശ്രീകറിന്റെ അടുത്തുനിന്ന് ഒരു ഒപ്പിട്ട് വാങ്ങിക്കുന്നത് നല്ലതാ. സാർ, എല്ലാ വിധത്തിലും എൻ്റെ ഒരുക്കങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ആരുടെ അടുത്തുനിന്ന് ഒപ്പിട്ട് വാങ്ങണമെന്നൊക്കെ എനിക്കറിയാം. ആദ്യം വേദവതി അമ്മയുടെ അടുത്ത് നിന്ന് തന്നെ തുടങ്ങാം. ഇനി വൈകിപ്പിക്കുന്ന എന്തിനാ? പെന്നും എഗ്രിമെന്റും കൊടുക്ക്. എവിടെ ഒപ്പിട്ട് തരണമെന്ന് വേദവതി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്ക്. ഇവിടെ നിങ്ങളും ഇവിടെ പ്രസാദ് റാവു സാറും ചെയ്യണം. നിൽക്കമ്മേ. ഒപ്പിട്ട് കൊടുക്കുന്നതിന് വേണ്ടി എന്തിനാ നിങ്ങൾ ഇത്ര തിരക്കിടുന്നേ? നിനക്ക് ചെയ്യാൻ ഇനി അതിനെന്താ ബാക്കിയുള്ള? ഏട്ടാ, നിങ്ങളുടെ കൺമുന്നിൽ ഒരു അപകടം നടന്നുകൊണ്ടിരിക്കുമ്പോ നോക്കി നിൽക്കാൻ പറ്റുന്നത് എങ്ങനെയാ ഏട്ടാ? രാവിലെ തൊട്ട് തന്നെ കാണാനില്ലായിരുന്നല്ലോ. പറഞ്ഞ സമയമാണെങ്കിലും കഴിഞ്ഞു. പിന്നെ ഞാൻ എന്താണോ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഭാര്യയുടെ വാശി എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവസാന നിമിഷത്തിലെങ്കിലും വിജയിക്കുന്നുള്ള വിശ്വാസം നിങ്ങൾക്കെങ്കിലും ഉണ്ടാവണ്ടേ? കാണാതെ പോയ ഞങ്ങളുടെ മകൻ ഞങ്ങളുടെ കൺമുമ്പിൽ വരാതെ എങ്ങനെ നീ വിജയിക്കുക? എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വെറുതെ ഒരു 10 ദിവസം കൂടി കളയാൻ വേണ്ടി പുതിയ പ്ലാൻ ഉണ്ടാക്കണ്ട. ഞാൻ വരില്ല എന്ന് നിങ്ങൾ എങ്ങനെ കരുതിയച്ചാ? ഞാൻ എന്തെങ്കിലും ഏറ്റെടുക്കാനാ പ്രയാസം. വൺസ് ഏറ്റെടുത്ത് കഴിഞ്ഞാ അന്തിമ വിജയം എപ്പോഴും എനിക്കുള്ളതാ.
നീ ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ. ആദ്യം കാര്യം എന്താന്ന് പറ. ആദ്യം ഈ എഗ്രിമെന്റ്സ് ഒക്കെ കത്തിച്ചു കള. അമ്മയുടെ രണ്ടാമത്തെ മകനെ എനിക്ക് കാണിച്ചു തരാതെ ആദ്യമേ വിക്ടറി സെലിബ്രേഷൻസ് നടത്തുവാണോ? അതത്ര നല്ലതിനല്ല. നീ ശരിക്കും എന്റെ രണ്ടാമത്തെ അനിയനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കാണിക്കേ. എഗ്രിമെന്റ് അപ്പൊ കത്തിച്ചു കളഞ്ഞോളാം. നിങ്ങൾ എല്ലാവരും ഇത്ര ആവേശത്തോടെ കാത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ കാര്യം റിവീൽ ചെയ്തേക്കാം. ടൈറ്റിൽസ് അല്ല, സിനിമ കാണിക്ക്. സുബയ്യ ചേട്ടാ, സുബ്ബയ്യ ചേട്ടനോ? അമ്മയുടെ രണ്ടാമത്തെ മകന് ഇത്രയ്ക്കും പഴഞ്ചനായ പേരാണോ ഉള്ളത്? വരൂന്നേ. പേര് പഴഞ്ചനാന്നാ കരുതിയത്. ആൾക്ക് നല്ല പ്രായമുണ്ടല്ലോ. അമ്മയുടെ രണ്ടാമത്തെ മകൻ ഇയാളാണോ? എന്തെങ്കിലും രോഗം വന്നിങ്ങനെ ആയി പോയതാണോ? ഞാൻ രുദ്രപുരം ഗവൺമെന്റ് ഹോസ്പിറ്റലില് 30 വർഷമായി അറ്റൻഡറായിട്ട് ജോലി ചെയ്യുന്ന സുബ്ബയ്യാണ്. സുബ്ബയ്യ, ഡോക്ടർ വരാൻ ഇനി എത്ര സമയം എടുക്കും? അവരുടെ ഡെലിവറി കഴിയണ്ടേ സാറേ? ആകെ ഒരു ഡോക്ടറല്ലേ ഉള്ളൂ. എന്റെ ആദ്യത്തെ ചുവട് രുദ്രവരത്തിൽ വെച്ചതിന് ശേഷം ഞാൻ പോയി കണ്ട ആദ്യത്തെ വ്യക്തി സുബയ്യ. എന്റെ എൻക്വയറി ആരംഭിച്ചത് ഇവരുടെ അടുത്ത് നിന്ന്. സാറിന് എന്നെ ഓർമ്മയുണ്ടോ സാറേ? ആ, ഓർമ്മയുണ്ട്. രുദ്രവരം ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഫോൺ ചെയ്ത സമയത്ത് ഫോൺ എടുത്തതപ്പ ഇയാളാണെന്ന് സാരം. ഹലോ, രുദ്രവരം ഗവൺമെന്റ് ഹോസ്പിറ്റലാണോ? അതേലോ. 25 വർഷങ്ങൾക്ക് മുമ്പ് ഡെലിവറി കഴിഞ്ഞവരുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവോ? 5 വർഷങ്ങൾക്ക് മുൻപുള്ളത് കിട്ടാനേ ബുദ്ധിമുട്ടാ. അപ്പോഴാണ് 25 വർഷം മുമ്പിലത്തെ കാര്യം. അപ്പോ അത് കിട്ടില്ല എന്നാണോ? അതെ. ഞാൻ ഡേറ്റ് ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞ അവനിയുടെ കയ്യില് ഹെഡ് നഴ്സിന്റെ ഫോട്ടോ കൊടുത്തല്ലേ? വേദവതി അമ്മയുടെ മകനെ കൊണ്ടുവരാന്നാ നീ പറഞ്ഞത്. 10 ദിവസം കഴിഞ്ഞു. ഇപ്പൊ ഇങ്ങനെ കേറി വന്ന് അറ്റൻഡറിനെ കൊണ്ടുവന്നു, കമ്പൗണ്ടർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരെ കാണിച്ചെന്ന എങ്ങനെയാ? നമ്മളെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമ. അവന് എന്റെ സ്വന്തം ഏട്ടനെ കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങി വെച്ച ആ പ്രയത്നം ഒരു യജ്ഞം പോലെ തന്നെയാ. കുറച്ചെങ്കിലും ബോധത്തോടെ സംസാരിക്ക്, കുറച്ച് ക്ഷമ കാണിക്ക്. താങ്ക്സ് ഏട്ടാ. ഇപ്പൊ നിങ്ങൾ എന്താ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? വെയിറ്റ് ലോയർ സാറേ, വെയിറ്റ്. രാജി ചേച്ചി, രാജിയെ ഞാൻ എന്റെ ആളുകളെ വിട്ട് കിഡ്നാപ്പ് ചെയ്യിപ്പിച്ചതാണല്ലോ. എന്നിട്ട് അവനെ രാജി എന്ന് വിളിക്കുന്ന എന്താ? നമസ്കാരം സാറേ. നമസ്കാരം ചേച്ചി. നിങ്ങൾ രുദ്രവരം ഹോസ്പിറ്റലില് 3ാമത്തെ പ്രസവത്തിന് വന്നപ്പോ ഡോക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന നഴ്സ് ഞാനാണ്. ചേച്ചിക്ക് എന്നെ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. ഭഗവാനെ, ഇപ്പൊ എന്റെ പണി കുറച്ച് എളുപ്പമായി. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ശേഖരിച്ച തെളിവുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിനേക്കാൾ കാണിച്ചു തരുന്നതാവും നല്ലതെന്ന് കരുതിയാ ഇവരെ എല്ലാവരെയും കൊണ്ടുവന്നത്. രാജിയെ ഇവള് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്നെ കുറിച്ചും ചിലപ്പോ ഇവള് പറയുമായിരിക്കും. അറ്റൻഡർ വന്നു, നേഴ്സും വന്നു. അതിനൊക്കെ ഇപ്പൊ എന്താ? വെയിറ്റ് ഗൗതമി മാഡം, വെയിറ്റ്. അമ്മേ, അന്ന് നിങ്ങളുടെ മകൻ മരണപ്പെട്ടിട്ടില്ല, ഇന്നും ജീവനോടെ ഉണ്ടെന്ന് പറയാൻ
ഏറ്റവും വലിയ സാക്ഷി രാജ ചേച്ചിയാ. അന്ന് നിങ്ങൾക്ക് സംഭവിച്ച കാര്യം രാജ ചേച്ചി എന്തായാലും ഇപ്പൊ പറഞ്ഞു തരും. നിങ്ങൾ പ്രസവത്തിന് വന്ന ദിവസം മറ്റൊരു നാട്ടിൽ നിന്ന് സരോജ എന്ന് പറഞ്ഞ മറ്റൊരു സ്ത്രീയും വന്നിരുന്നു വേദവതിയമ്മേ. ഒരാൺകുഞ്ഞിന് നിങ്ങൾ ജന്മം നൽകിയ പോലെ സരോജയും ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞു പക്ഷെ മരിച്ചുപോയി. അപ്പൊ സരോജയുടെ അമ്മ സുഹരമ്മ എന്റെ അടുത്ത് വന്ന് വേദവതി എന്ന് പറയുന്ന ആരോ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന് കേട്ടു. ആ കുട്ടിയെ എന്റെ മകളുടെ അടുത്ത് കിടത്തി. മരിച്ച കുട്ടിയെ അവരുടെ അടുത്ത് കിടത്താമോ? അന്നെന്റെ അത്യാഗ്രഹം കൊണ്ട് നിങ്ങളുടെ മകനെ ഞാൻ മാറ്റിയതാ. ഒരമ്മയോട് നീതി കാണിക്കാൻ വേണ്ടി മറ്റൊരമ്മയോട് ഞാൻ അനീതി കാണിച്ചു. നീ ഒരു മനുഷ്യനാണോ? ശരിക്കും നീ ഒരു സ്ത്രീയാണോ? ഇത്രയും പവിത്രമായ ജോലിയിൽ നിന്ന് ഇത്ര വലിയൊരു പാപം ചെയ്തെന്നോ? ദൈവതുല്യമായൊരു ജോലിയിൽ നിന്ന് അത്രയും ദ്രോഹം ചെയ്ത് നിങ്ങൾ എന്റെ മകനെ എനിക്ക് നഷ്ടപ്പെടുത്തിയില്ലേ? എന്നോട് ക്ഷമിക്കണം വേദവതി അമ്മേ. ക്ഷമിക്കാനോ? നിന്നെ പോലൊരു പാപിയോട് ക്ഷമിക്കാനോ? ക്ഷമ ചോദിക്കാൻ പോലും അർഹതയില്ല നിനക്ക്. അന്ന് നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്ന് ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോ എന്റെ ചങ്ക് പൊട്ടുന്ന പോലെയായിരുന്നു എനിക്ക്. ആ കാര്യം എന്റെ ഭാര്യയോട് പോയി പറയാൻ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ നിനക്ക്? ഇതൊക്കെ സത്യമാണോ? അതോ സാങ്കല്പിക കഥാപാത്രങ്ങളെ വെച്ച് ക്രൈം ന്യൂസ് ടെലികാസ്റ്റ് ചെയ്യുന്ന പോലെ ഞങ്ങളുടെ മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യുവാണോ? എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. വിശ്വസിക്കരുത് വേദവതിയമ്മേ, ഇതൊക്കെ വെറും കെട്ടുകഥയായിട്ടാ തോന്നുന്നത്. അതെ പ്രസാദ് റാവു സാറേ, ഉറപ്പായിട്ട് ഇതിന് പുറകിൽ എന്തോ ഒരു ഗെയിം പ്ലാൻ നടക്കുന്നുണ്ട്. ഗെയിമോ പ്ലാനോ അല്ല. അവന് തീർച്ചയായിട്ടും രണ്ടാമത്തെ മകനെ കുറിച്ച് എന്തോ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഈ തെളിവുകൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പ്രസവത്തിന്റെ അന്ന് നടന്ന കഥകളൊക്കെ നീ പറയുന്നുണ്ടെങ്കിലും അമ്മയുടെ രണ്ടാമത്തെ മകനെ കുറിച്ച് നീ ഒന്നും പറയുന്നില്ലല്ലോ. ആ അത് ശരിയാ. അതെല്ലാം ഇവരൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് എന്താ കാര്യം? ഇവര് പറയുന്നത് സത്യമാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ആ മകനെ കൊണ്ടുവന്ന് പ്രൂവ് ചെയ്താലല്ലേ ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റൂ. എന്റെ മോൻ എവിടെയുള്ളത്? അവൻ ആരുടെ അടുത്തുള്ളത്? ആദ്യം ഈ അമ്മയോട് നീ പറ. അവൻ എന്റെ അടുത്തുണ്ട് വേദവതിയമ്മേ. അവരാണ് സൂരമ്മ. വരൂ സൂരമ്മ ചേച്ചി. എന്റെ മകൻ നിങ്ങളുടെ അടുത്താണോ ഉള്ളത്? അതെ അമ്മേ. അന്ന് എന്റെ മകളുടെ താലി നിലനിർത്തുന്നതിനു വേണ്ടി എന്റെ താലി അഴിച്ചു കൊടുത്തിട്ട് ഒരു പാപം ചെയ്യേണ്ടി വന്നു. അതിനുള്ള ശിക്ഷയായിട്ട് എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു. പാപിക്ക് ആയുസ് കൂടുമെന്നല്ലേ, അതുകൊണ്ട് ഇത്രയും കാലം ഞാൻ ജീവിച്ചത്. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾക്കിടയിൽ കഷ്ടപ്പെട്ടവൻ ജീവിക്കുന്നുണ്ട്.